ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹോസ്പിറ്റലിലെത്തി എന്താണ് കണ്ണേട്ടൻ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ കിഷോറിൻ്റെ കാര്യത്തിലും രഞ്ജുവിനെ റൂമിൽ പൂട്ടിയിട്ടതിലും വരുണിന് ഇത്രത്തോളം ഇതുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, ഞാൻ വിഷമിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഇതാണോ പറയാൻ വന്നതെന്ന് ചോദിച്ചു. പിന്നെന്താ, ഞാൻ വേറെ എന്തെങ്കിലും പറയാൻ വന്നാണെന്ന് തെറ്റിദ്ധരിച്ചോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ഇത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ഗീതു. അതൊക്കെ പോട്ടെ, വരുൺ അത് ചെയ്യുമെന്ന് കണ്ണേട്ടനും അറിയാമായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതല്ല, ഇക്കാര്യത്തിലല്ലോ രാധികാമ്മ പ്രതിസാധനത്ത് വന്നതാ എന്നെ തകർത്തെന്ന് പറഞ്ഞപ്പം രാധികാമ്മയുടെ ഡബിൾ പ്ലേ ആണെന്നും അവർ കാണിക്കുന്നതെല്ലാം കള്ളത്തരമാണെന്നും കണ്ണേട്ടൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എന്ന് ഗീതു പറഞ്ഞു. അത് കേട്ടപ്പം എന്ന് പറഞ്ഞു ഗോവിന്ദൻ എങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അതോടെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലായി പോയി ഞാനെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ആ കൂടെ നീയും കൂടെ അവിടുന്ന് പോയപ്പോൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നി, അതാ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ഗോവിന്ദ. അത് കേട്ടപ്പോൾ ഗീതുവിന് സന്തോഷമായി. ഗീതു എന്നിട്ട് ഓടി ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാം. ഞാനല്ലേ ഉള്ളതെന്ന് ചോദിച്ച്. അപ്പോൾ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു. കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് വരെയാണോ ഞാൻ കൂടെ വേണ്ടത് എന്ന് ഗീതു ചോദിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് കൈ ഇങ്ങനെ മുറുക്ക പിടിച്ചു. പെട്ടെന്ന് ഗീതുവിനത് മനസ്സിലായി. അപ്പോൾ ഗോവിന്ദൻ എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോൾ ഇത് ലൈഫ് ലോങ് എഗ്രിമെൻ്റ് ആണെന്ന് ഒന്ന് പറ കണ്ണേട്ടാന്ന് മനസ്സിൽ ഗീതു പറയാം. കണ്ണേട്ടൻ എന്തായാലും നിന്നിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക, ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഇനി കോൺട്രാക്റ്റിനെ കുറിച്ച് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല, അത് നിനക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ കോൺട്രാക്റ്റിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, പക്ഷെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം അല്ലേ എന്ന് ഗോവിന്ദ്. കോൺട്രാക്റ്റിനെ കുറിച്ച് എപ്പോഴും പറയാനുള്ളത് കണ്ണേട്ടൻ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചത് എന്ന് ഗീതു പറയാം. അപ്പോഴേക്കും ഗോവിന്ദൻ കൈ ചേർത്ത് പിടിച്ച് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്ന് അവസാനിപ്പിക്കണമെന്ന് ഇനി തീരുമാനിക്കേണ്ടത് നീയാ എന്ന് പറഞ്ഞപ്പം ഇതിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന് ഗീതു ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. നീ മിണ്ടല്ലേ രാധികാമ്മയാ, അപ്പം ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ലൗഡ് സ്പീക്കറിൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് നീ ഇതിനാണ് കേൾക്കുന്നത്, അപ്പോൾ എനിക്ക് കേൾക്കണം, കേട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മുടെ ഗീതു. നീ ചലച്ചോ, എനിക്കൊരു കുഴപ്പമില്ല, എന്നാലും ലൗഡ് സ്പീക്കറിൽ ഇടുന്ന പ്രശ്നമില്ല എന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് ഗീതു നീ ആവശ്യമില്ലാതെ വർത്താനം പറയരുതെന്ന് ഗോവിന്ദൻ. ഞാൻ അത്ര നോർമൽ അല്ലാത്ത രീതിയിൽ സംസാരിക്കും. അയ്യോ അതെന്തിനാ, അതിനൊക്കെ കാര്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് അങ്ങനെ സംസാരിക്കാം. അപ്പോൾ എന്നിട്ട് ഹലോ വെച്ചപ്പോഴത്തേനും ഗീതു അതെടുത്ത് ലൗഡ് സ്പീക്കറിലാക്കി. ആ സമയം ഞാൻ നേരത്തെ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് സോറി എന്നൊക്കെ പറയുന്നു. നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെന്നൊക്കെ പറയാം. അപ്പം ഗീതുവിൻ്റെ കയ്യിലാണ് ഫോൺ ഇങ്ങനെ ഇരിക്കുന്നത്. അത് തട്ടിപ്പറിക്കാൻ ഗോവിന്ദ് ശ്രദ്ധിക്കുന്നുണ്ട്, ഗീതു കൊടുക്കുന്നില്ല. സോറി അമ്മ, എനിക്ക് മാപ്പ് തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ പറയുമ്പോൾ കണ്ണ നീ ഇങ്ങനെ മദ്യപിച്ച് ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ പെരുമാറരുത്, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ അമ്മേ, എന്ന് വെച്ച് എൻ്റെ സ്ഥാപനത്തിൻ്റെ ഒരു പേരുദോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ സംസാരിക്കുമ്പം സ്ഥാപനത്തിനല്ല നിനക്ക് ആ പേരുദോഷം വരാൻ പോകുന്നതെന്നും ഇന്ന് രഞ്ജുവിനൊപ്പം ഹോസ്പിറ്റലിൽ ഗീതു അല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതെ, എന്താ അമ്മേ, എങ്കിൽ അവൾ മാത്രമല്ല അവൾക്ക് പിന്നാലെ കിഷോറും ഹോസ്പിറ്റലിലേക്കാണ് പോയിരിക്കുന്നത്, ഇന്ന് ബൈസ്റ്റാൻഡർ റൂമിൽ അവർ ഒരുമിച്ചായിരിക്കുമെന്നൊക്കെ ഗീതുവിനെ കുറിച്ച് രാധികാമ്മ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഉരുളു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇതെല്ലാം കേട്ടല്ലോ. ഇനി അവളുമായിട്ടുള്ള നിന്റെ ബന്ധം തുടരുന്നത് നിനക്ക് കുഴപ്പമാണെന്നുള്ള കാര്യങ്ങൾ ഇതേ രാധികാമ്മ പറയുന്നു. ഇതെല്ലാം ഗീതുവും കേൾക്കുമല്ലേ. ഗീതുവിന് ഭയങ്കരമായിട്ട് കലി വരുന്നുണ്ട്. അല്ലെങ്കിലേ വല്ലവൻ്റെയും കുഞ്ഞ് നിന്നെ അച്ചായെന്ന് വിളിക്കും, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെ ഞാനിന്നെന്ന് പറഞ്ഞ ഗീതു കിടന്ന് അങ്ങോട്ട് ഉരുകുവാണ്. പച്ചത്തര പറയാനായിട്ട് ഗീതുവിന് തോന്നുന്നുണ്ട്. ഗീതു വേഗം അത് പറയാനും തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് വാ കയറി പൊത്തിപ്പിടിച്ചിട്ട് അമ്മ അങ്ങനെയൊന്നും പറയരുത്, മറ്റൊരു സ്ത്രീയിൽ ജനിച്ച ഞാൻ അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ രാധികയൊന്ന് ഞെട്ടി. അതല്ല, ഞാനുമായി യാതൊരു ബന്ധമില്ലാത്ത വരുൺ എന്നെ ഏട്ടനെന്ന് വിളിക്കുന്നില്ലേ, അതും രാധികയ്ക്ക് തിരിച്ചടിയായി. നിങ്ങളല്ലേ അമ്മേ, പിന്നെ അവൻ പലതും വിളിച്ചു കൂവും, ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഗീതുവിൻ്റെ കുഞ്ഞ് എന്നെ അച്ചാന്നും വിളിക്കും, എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ രാധിക ഞെട്ടി. ഇത്രയ്ക്ക് ഒന്നും പറയുന്ന രാധിക വിചാരിച്ചില്ല. എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അത് നിങ്ങളുടേത് മാത്രമായിരിക്കും മനുഷ്യാന്ന് ഗീതു മനസ്സിൽ പറഞ്ഞിട്ട് അച്ഛ ഞാൻ വിളിപ്പിക്കുകയും ചെയ്യുമെന്ന് ഗീതു. നിന്റെ കുഞ്ഞ് നിന്നെ അച്ഛ എന്ന് വിളിക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷേ
കിഷോറിൻ്റെ കുഞ്ഞ് അങ്ങനെ നിന്നെ വിളിച്ച എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു പൂരത്തറി പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് വാവ് ഒത്തിപ്പിടിച്ചു. പക്ഷെ ഗീതു പൂര പാട്ടാണ് രാധികയെ. അപ്പോൾ നമുക്ക് ഗീതുവിനെ നാട് കടത്തി കാട്ടിലോട്ട് വിടാം അമ്മേ. അപ്പം പിന്നെ എങ്ങനെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ്റെ കയ്യിൽ കയറി കടിച്ചു ഗീതു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കാറിയപ്പോൾ എന്താ പറ്റിയ കണ്ണാ, ഇവിടെ ഭയങ്കര കൊതുക്, ഒരു കിലാടി കൊതുക് എന്നെ കടിച്ചതാണെന്ന് ഗോവിന്ദും പറയുന്നു. ഗീതുവിനെ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്ത് മാനം രക്ഷിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിൻ്റെ നേരെ ഇങ്ങനെ കൈ കുപ്പിക്കാണെങ്കിൽ മിണ്ടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് അവളും കിഷോറും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് നിയമപരമായിട്ട് തെളിയിക്കാൻ പറ്റണ്ടേ എന്ന് ചോദിച്ചപ്പോൾ തെളിവുകൾ അതുടനെ ഉണ്ടാകും, നീ നോക്കിക്കോ, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പം ഗീതു ഇങ്ങനെ, നീ ഇപ്പം നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു, കിടന്നോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പം ഓക്കെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗീതു അടിമുടി വിറച്ചിങ്ങനെ നിൽക്കുക. എന്തായാലും രാധികയ്ക്ക് വളരെ ഹാപ്പിയായി, ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം. ആ സമയം നീ എന്തായാലും പോംബ്രെയിനിങ് പട്ടിയാണോ ഇങ്ങനെ കടിക്കാനെന്ന് ഗോവിന്ദൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു. ഈ പല്ലുകൊണ്ട് കടിച്ച സൂചി കൊണ്ട് കുത്തി ഇറക്കിയത് പോലെയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ വയൽ കുത്തി പിടിച്ചാലേ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ, പെണ്ണിൻ്റെ ആയുധോ പല്ലും നഖവും. ഇനി നിനക്കെന്താ എന്നെ മാന്തണമെന്ന് ചോദിച്ചു. മാന്തിട്ട് വേണം അത് പരാതിയായിട്ട് പറഞ്ഞു നടക്കാനല്ലേ എന്ന് ഗീതു ചോദിച്ചു. ശരീരം മാന്തി കീറി മുളക് പൊടി തേക്കേണ്ടത് ആരുടേതാണെന്ന് അറിയാവോ? കണ്ണേട്ടയുടെ രാധികമ്മേടിയാ. എന്നെക്കുറിച്ച് അവരെന്തൊക്കെയാ പറഞ്ഞത്, ഞാൻ അവരിന്ന് കൊല്ലൂ എന്നൊക്കെ പറഞ്ഞപ്പം നിന്നെപ്പറ്റി ഇത്രയും മോശമായിട്ട് അവർ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, എനിക്കിപ്പം തന്നെ അവരെ കൊല്ലണമെന്ന് പറഞ്ഞു നമ്മുടെ ഗീതു പോകുമ്പം. അയ്യോ ഗീതു രാധികാമ്മ, നീ അവരെ കൊന്ന നിന്റെ പേരുദോഷം മാറുമോ? മീഡിയക്കാരുണ്ടാക്കാൻ പോകുന്നത് അവിഹിതം കണ്ടുപിടിച്ച് അമ്മായിയമ്മയെ മരുമോള് കൊന്നു എന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു. എന്നാൽ കൊല്ലണ്ട, കയ്യും കാലും തല്ലി ഓടിക്കാവുന്ന ഗീതുവിനെ പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് അതെ അക്രമവും അടിപിടിയും കൊലപാതകവും ഒന്നിനും ഒരു പരിഹാരമല്ല, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം എൻ്റെ ദേഷ്യമൊക്കെ ഞാൻ എങ്ങനെ തീർക്കുമെന്ന് ഗീതു ചോദിച്ചപ്പം ഗീതുവും നമ്മൾ തമ്മിലുള്ള ഡിവോഴ്സ് കേസിന് ബലം കിട്ടാൻ വേണ്ടി നീയും കിഷോറും തമ്മിലുള്ള ബന്ധത്തിന് തെളിവുണ്ടാക്കാനാണ് രാധികാമ്മയുടെ ശ്രമം. കള്ളത്തെളിവുണ്ടാക്കാൻ നടക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞപ്പം അവരുടെ പ്ലാനിങ്ങുകൾ നമുക്ക് പൊളിച്ചാൽ പോരെ, നമ്മൾ രണ്ടുപേരും കൂടി അമ്മയും വരുണും ചേർന്നുണ്ടാക്കിയ പ്ലാൻ പൊളിക്കുന്നു, എന്താ അത് പോരെന്ന് ചോദിച്ചു. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അത് പറയാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗീതുവിനതെല്ലാം മനസ്സിലായി. അപ്പോൾ ശരി, അങ്ങനെ ഇത് നമ്മളെങ്ങനെ വർക്കൗട്ട് ആക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനും നമ്മുടെ ഗോവിന്ദ് ഓരോ വഴികൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കണ്ണേട്ടൻ അവരുടെ കൂടി എൻ്റെ മുന്നിൽ നാടകം കളിക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പം നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, എനിക്ക് എൻ്റെ കണ്ണേട്ടനെ വിശ്വാസമാണെന്ന് ഗീതു കണ്ണേട്ടനോട് പറഞ്ഞു. കണ്ണേട്ടൻ എന്നെ ചതിച്ച സന്തോഷത്തോടെ ആ ചതി അത് ഞാൻ ഏറ്റുവാങ്ങും എന്ന് നമ്മുടെ ഗീതു പറയുകയാണ്. ഇനി എന്നെ കൊല്ലണമെന്നാണെങ്കിൽ ആ മരണവും എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന് ഞാൻ കരുതും എന്നുള്ള കാര്യവും ഗീതു പറയാം. അങ്ങനെ ഗീതു കണ്ണൻ്റെ മുഖത്ത് നോക്കി നിൽക്കുന്നു. അപ്പോൾ എന്നോടുള്ള ഈ വാക്കുകൾ ഗീതുവിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രണയമനോഹരമായ വാക്കുകളാണെന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ സ്നേഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ കൂടുതൽ എൻ്റെ ഉള്ളിലെ പ്രണയം ഞാൻ എങ്ങനെ വിശദീകരിക്കുമെന്ന് ഗീതു ഗോവിന്ദൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. രണ്ടുപേർക്ക് ഉള്ളിൽ പ്രണയം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഈ സമയം അന്ന് പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് അതായത് നമ്മുടെ വിജയലക്ഷ്മി അമ്മയായിട്ട് നിന്ന് സംസാരിച്ച. അപ്പോൾ ഗീതു എൻ്റെ അരികിൽ നിൽക്കുന്നത് എന്നോട് ആത്മാർത്ഥമായ വിശ്വാസം കൊണ്ടാണെന്നും അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. ഗീതു ഇങ്ങനെ കണ്ണൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. നിനക്ക് എന്നിലുള്ള വിശ്വാസത്തിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുമെന്ന് കണ്ണേട്ടൻ ഗീതുവിനോട് പറയണം. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഗീതുവിൻ്റെ മുഖം അന്നേരം വാടി. അപ്പോൾ ആ ഇഷ്ടം ഗോവിന്ദ് തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു ഇതിലാണ് ഗീതു നിൽക്കുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള സംസാരം കഴിഞ്ഞു. രാവിലെ നമ്മുടെ അജാസും ഗീതുവും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ ലക്ഷണം കണ്ടിട്ടേ അധികം താമസിയാതെ നിങ്ങളുടെ അളിയൻ രാധികാമ്മയുടെ നീരാളി കയ്യിൽ നിന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ഗീതു പറഞ്ഞപ്പം അതൊരു തോന്നൽ മാത്രമായിട്ട് അവശേഷിക്കരുത് പെങ്ങളെന്ന് പറഞ്ഞു അജാസ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാധികാമ്മ കത്തിയെടുത്ത മുന്നിൽ വന്ന് നെഞ്ചിനിട്ട് കുത്തിയാലും അത് രാധികാമ്മ അല്ലെന്നേ ഗോവിന്ദ് സാറ് പറയുകയുള്ളൂ എന്നുള്ള കാര്യം അജാസ് പറഞ്ഞു. അത്രയ്ക്ക് ആത്മബന്ധമാണ് സാറിന് രാധികാമ്മയുമായിട്ട്. രാധികാമ്മയ്ക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണെന്നും ഗോവിന്ദ് സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സ്വന്തം മോനേക്കാൾ സ്നേഹമാണ് രാധികാമ്മയ്ക്ക്.
കൊല്ലാനുള്ള സ്നേഹം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. രാധികാമ്മയ്ക്ക് കണ്ണേട്ടനോടെ അങ്ങനത്തെ സ്നേഹമാണല്ലേ എന്ന് ഗീതു ചോദിക്കുന്നു. അല്ലെങ്കിൽ അത്രയ്ക്ക് സ്നേഹിക്കുന്ന മോനെ അവർ കൊല്ലാൻ ശ്രമിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ ഗീതു. അജാസ് ഞെട്ടി. രാധികാമ്മ കണ്ണേട്ടനെ ഇല്ലാണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ റെഡിയാക്കിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മുടെ അജാസ് പറഞ്ഞു. ചിലപ്പോൾ വരുൺ അങ്ങനെ ചിന്തിച്ചാലും രാധികാമ്മ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി? പഴയ ബോസിനോടുള്ള ആത്മാർത്ഥത അല്ലേ എന്ന് ഗീതു അജാസിനോട്. രാധികാമ്മയാണല്ലോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. അപ്പം പിന്നെ ആ സ്നേഹം ഇപ്പോഴും കാണാതിരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഗീതുവിനോട് പറഞ്ഞിട്ടില്ലേ, എന്നെ വിശ്വസിച്ചവരെ ഞാൻ ഒറ്റ കൊടുക്കില്ലെന്നും, അതുകൊണ്ടാണോ രാധികാമ്മയെ ന്യായീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചോറൂട്ടിയ കൈകൾ കൊണ്ട് തന്നെ കഴുത്ത് ഞെരിക്കാൻ ഒരാൾ കൈ വെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഗോവിന്ദ് സാറിനെ സഹായിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർ എനിക്കെതിരെ തിരിഞ്ഞു, കൊല്ലാൻ വരെ ശ്രമിച്ചതാണെന്നുള്ള കാര്യം അജാസ് പറഞ്ഞു. അങ്ങനെയുള്ളവരോടൊപ്പം ഞാനിനി കൂടി നിൽക്കുമെന്ന് പെങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗീതു ഇതൊക്കെ കേട്ട് ഞെട്ടുവാട്ടോ. ഞാനത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം എന്നോട് തുറന്നു പറയാനായിട്ട് ഗീതു പറയണു. അജാസ് പെട്ടു. അങ്ങനെ അജാസിൻ്റെ നാവിൽ നിന്നും ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം നമ്മുടെ ഗീതു ചിരണ്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അജാസ് ഗീതുവിനെ ഇങ്ങനെ വട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഗീതുവിന് ദേഷ്യം വന്നു. എൻ്റെ കൂടെപ്പുറപ്പായിരുന്നെങ്കിൽ ഞാൻ വല്ലതും ചെയ്തേനെന്നൊക്കെ പറയുവാണേ. അപ്പോൾ പക്ഷേ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണ് കാണുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഗീതു എനിക്ക് കൂടെ പിറന്ന എൻ്റെ കുഞ്ഞു പെങ്ങൾ തന്നെയാണെന്ന് അജാസു പറയുന്നു. അത് കേട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. ആങ്ങളയോടുള്ള എല്ലാ ഇഷ്ടത്തോടും അല്ലെങ്കിൽ ആ ഒരു അവകാശത്തോടും കൂടി ഞാൻ ഇക്കായെന്ന് വിളിക്കുന്നത്. എൻ്റെ കൂടെ പിറന്ന ആങ്ങളെ വെച്ച് നോക്കുമ്പോഴേ എനിക്ക് എത്ര പ്രിയപ്പെട്ട ആളാണെന്ന് അറിയാമോ എന്ന് നമ്മുടെ ഗീതു അജാസിനോട് ചോദിക്കുന്നു. അത് ഇക്കയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറയൂ കേട്ടോ. ഇതൊക്കെ കേട്ട് അജാസിനും വളരെയേറെ സന്തോഷമായി. കാരണം ഗീതുവിനെ പോലെ നല്ലൊരു കുഞ്ഞു പെങ്ങളെ കിട്ടുക എന്നൊക്കെ പറയുന്ന സൗഭാഗ്യമല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗീതു ഹോസ്പിറ്റലിൽ വെച്ച് രഞ്ജുവായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അമ്മയെ വീഡിയോ കോളിൽ വിളിച്ച് നമ്മുടെ ഗീതു മകളെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനും നീയും ഇപ്പം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടൻ വിശ്വസിക്കുന്നില്ല, എങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചെടുക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ. അപ്പോൾ ആ ഫോണിങ് ഇതാ ഞാൻ തന്നെ പറഞ്ഞ സംശയമൊക്കെ തീർക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു അതെല്ലാം വളരെ ആസ്വദിച്ച് അവർ തമ്മിൽ കൂട്ടുകാരായിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ കണ്ട് അമ്മ ഒരുപാട് സന്തോഷിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗീതു അമ്മയ്ക്കരികിലേക്ക് വരുന്നത്. രഞ്ജുവിനെ ഞാൻ സെറ്റാക്കിയെടുത്തത് എങ്ങനെയുണ്ട് എന്നും ചോദിച്ച്. അപ്പോൾ കൊള്ളാം, ഇത്രയും അടുപ്പത്തിലാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു നമ്മുടെ അമ്മ. എന്നിട്ട് ഇരുന്ന് കരയുക. എൻ്റെ രണ്ടാമത്തെ മകളെ ഒരു പുലി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പം അയ്യോ ഞാനൊരു പാവം ഗീതുവാണേ, പക്ഷെ സാക്ഷാൽ പുലി ഗോവിന്ദ് മാധവൻ വരെ എൻ്റെ മുന്നിൽ വെറും എലിയ എന്നൊക്കെ ഗീതു. അത് മുൻപും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, ഇതങ്ങനെയൊന്നും അല്ല. മുമ്പ് ഞാൻ കണ്ണേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ട് ഒതുക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴേ അങ്ങനല്ല, കണ്ണേട്ടൻ സ്വയം ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഒതുങ്ങി തരുവാ. അയ്യോടാ പൂച്ചക്കുട്ടിയോ, അപ്പം നിനക്ക് സൗകര്യമായല്ലോ. ആ പൂച്ചക്കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് ഇഷ്ടംപോലെ നീ ലാളിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അതിനു മുൻപ് ആ പൂച്ചക്കുട്ടിയുടെ തള്ളപ്പൂച്ചയാണെന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളിപ്പൂച്ചയെ ആദ്യം കൈകാര്യം ചെയ്യണം എന്ന് ഗീതു പറയണം. രാധികാമ്മയെ പുറത്താക്കാൻ ഇന്നൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഗീതു. ഓ അതേതായാലും നന്നായി. ഓപ്പറേഷനോ? എന്ത് ഓപ്പറേഷനാണെന്ന് അമ്മ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇനി കുരുക്കൊന്ന് മുറുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ കുരുക്ക് മുറുക്കി ആ ഒരു സന്തോഷ വാർത്ത ഞാൻ ഇവിടെ വന്ന് അറിയിക്കും, അപ്പം എന്നെ വിജയശ്രീ ലാളിതയായി പറഞ്ഞു വിടൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നിട്ട് അനുഗ്രഹിക്കാതിരുന്നപ്പോൾ കൈ ഇങ്ങ് തരാൻ പറഞ്ഞു. ഗീതു പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അമ്മയെ കൊണ്ട് അനുഗ്രഹം മേടിക്കുന്നു. എന്നിട്ട് ഗീതു അവിടെ നിന്ന് പോവുക. അങ്ങനെ ആ സന്തോഷത്തിൽ നമ്മുടെ ഗീതു അവിടെ നിന്ന് പോകുമ്പം ഞാനിന്നത് നടത്തിയേച്ച് വരുമ്പം എനിക്ക് തന്ന വാക്കും പാലിച്ചിരിക്കണമെന്ന് പറഞ്ഞു. നീ ആദ്യം നടത്തിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഗീതു പോകുന്നത്. അവൾ അറക്കലിലേക്കല്ല, ഈ ചെമ്പകശ്ശേരിയിലേക്ക് തന്നെ അമ്മയുടെ മോള് വരും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു പോവുക. അപ്പം ടാറ്റാ എന്ന് പറഞ്ഞ് ഗീതു പോകുമ്പോൾ അമ്മ ഇതൊക്കെ നോക്കി നിറകണ്ണുകളോടെ ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രാധികയെയും അതുപോലെ വരുണിനെയുമാണ്. കിഷോറിനെക്കുറിച്ചും ഗീതുവിനെക്കുറിച്ചും വലിയൊരു തെളിവ് വേണം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്നാണ് കണ്ണൻ പറയുന്നതെന്നുള്ള കാര്യം രാധിക പറഞ്ഞപ്പം കിഷോറും ഗീതുവും മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിഷോർ എന്നുള്ള പേരിൽ ഹോട്ടലിലും റൂം എടുത്തതിനൊക്കെയുള്ള തെളിവുകൾ ഉണ്ടല്ലോ. കിഷോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഗീതുവാണെന്നും മാനേജർ ഹോട്ടൽ ബോയ് ഒക്കെ മൊഴിയും കൊടുത്തതാണല്ലോ.
കോടതിയിൽ അതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഗീതുവിന് തെളിയിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പറയുവാണ് അമ്മ. പ്രത്യേകിച്ച് ജഡ്ജിക്ക് അവളോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് അമ്മ അവിടെ നിന്ന് പറയുന്നു. ഹോട്ടൽ റൂമിലേക്ക് അവർ ഒരുമിച്ച് കയറുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഇറങ്ങി വരുന്നതിൻ്റെയോ ഒരു വിഷ്വൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ കേസിന് അത് വളരെ ബലമാകും. അതൊരിത്തിരി റിസ്ക്കാണ്, പക്ഷേ അത് നമുക്ക് നടത്തിയെടുക്കാമെന്ന് പറഞ്ഞു. അതിനുള്ളൊരു തന്ത്രം ആവിഷ്കരിക്കാം. കണ്ണൻ ഗീതുവിനെ വിളിച്ചു വരുത്തുന്നതായേ അവൾക്ക് തോന്നാൻ പാടുള്ളൂ. ആ കൂടെ കിഷോറും ഉണ്ടായാൽ മതി. പക്ഷേ CCTV ഫോട്ടേജിലെ ഡേറ്റ് ഒക്കെ തിരുത്തേണ്ടി വരും. അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനേ ഈസിയാണ്. ഗോവിന്ദേട്ടനെ ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്തണമെന്നുള്ള കാര്യം പറഞ്ഞപ്പം അല്ലെങ്കിൽ തന്നെ അവനിപ്പോൾ ഇവിടേക്ക് വരാനുള്ള താല്പര്യമൊക്കെ അങ്ങ് കുറഞ്ഞു. ഇന്നലെയും നന്നായിട്ട് മദ്യപിച്ചിരുന്നു എന്നാ തോന്നുന്നത് എന്ന് രാധിക. അതാണ് ഏട്ടൻ ഇതുവരെ എത്താത്തത്. ഇന്ന് സൺഡേ അല്ലേ, എഴുന്നേൽക്കാനേ വൈകും. ഗീതുവായിട്ട് വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി പരമാവധി താമസിച്ചേ വരാൻ സാധ്യതയുള്ളൂ എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ നമ്മുടെ ഗോവിന്ദ് വരുന്നു. അപ്പോൾ ഗോവിന്ദിൻ്റെ വണ്ടിക്കകത്ത് ഗീതുവാണ് ആദ്യം ഇറങ്ങിയത്. അത് കണ്ടപ്പോൾ നമ്മുടെ രാധികയും വരണം ഇങ്ങനെ പുച്ഛഭാവത്തോടു കൂടി നോക്കുവാണ്. ഗീതുവും സെക്യൂരിറ്റി എത്തിയല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് രാധിക പറയുന്നത്. അപ്പോൾ എന്തായാലും ഗീതു കയറി വരുന്ന സമയത്ത് ആ വണ്ടിയിൽ നിന്ന് അജാസ് ഇറങ്ങിയിട്ട് പെങ്ങളെ എന്നും പറഞ്ഞൊരു വിളി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികയും വരണം ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നന്ദി.